Introduction to GeoGebra എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ GeoGebra ആരംഭിക്കാനുള്ള അടിസ്ഥാന കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. എന്താണ് GeoGebra? ഇത് ഒരു സ്വതന്ത്ര ഗണിത സോഫ്റ്റ്വെയർ ആണ്. www.geogebra.org എന്നതിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെയുള്ള പഠനത്തിന് ഉപയോഗപ്രദമാണ്. ജ്യാമിതീയ രൂപങ്ങളും ബീജീയ രൂപങ്ങളുടെ പദപ്രയോഗങ്ങളും ചെയ്യാവുന്നതാണ്. ഇത് ജ്യാമിതി, ബീജഗണിതം, കാൽക്കുലസ് എന്നിവ കൂടിച്ചേർന്നതാണ്. ജ്യാമിതീയ കണക്കുകൾ, സമവാക്യങ്ങൾ, വേരിയബിളുകൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യാം. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ലിനക്സ് പതിപ്പ് 10.04 LTS, GeoGebra പതിപ്പ് 3.2.40.0 എന്നിവയാണ്. ഇതിനകം GeoGebra ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ ഉബുണ്ടു മെനുവിൽ പോയി ആപ്ലിക്കേഷൻ എന്നതിലെ എഡ്യൂക്കേഷൻ ഓർ സയൻസ് എന്നതിലെ GeoGebra ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. GeoGebra ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേഷനിലെ സിനാപ്റ്റിക് പാക്കേജ് മാനേജറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി നമുക്ക് GeoGebra വിൻഡോ നോക്കാം. ഈ ട്യൂട്ടോറിയലിൽ മെനു ബാർ, ടൂൾ ബാർ, ടൂൾ വ്യൂ, ഗ്രാഫിക് വ്യൂ, ആൾജിബ്ര വ്യൂ, ഇൻപുട്ട് ബാർ, കമന്റ്സ് എന്നിവയാണ് വിശദീകരിക്കുന്നത്. ഒരു സാധാരണ GeoGebra വിൻഡോ ഇതുപോലെ ആയിരിക്കും. ഇതിൽ മറ്റേതിലും പോലെ ഒരു സാധാരണ മെനു ബാർ ഉണ്ട്. ടൂൾ ബാർ എന്നത് GeoGebraയിലെ കോമ്പസ് ബോക്സ് പോലെയാണ്. ഇത് ഏത് ടൂൾ ആണോ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പറയുന്നു. ഗ്രാഫിക് വ്യൂ GeoGebraയിലെ ഡ്രോയിംഗ് പാഡ് ആണ്. ഇവിടെ ജ്യാമിതീയ കണക്കുകൾ നിർമ്മിക്കാവുന്നതാണ്. ഇത് ആൾജിബ്ര വ്യൂ ആണ്. ഡ്രോയിംഗ് പാഡിൽ നിർമ്മിച്ച എല്ലാ ജ്യാമിതീയ രൂപങ്ങളും ബീജീയ രൂപങ്ങളും പദപ്രയോഗങ്ങളും കാണാവുന്നതാണ്. ഇൻപുട്ട് ബാർ എന്നത് ആൾജിബ്ര സമവാക്യങ്ങൾ കൊടുക്കുവാനും ഡ്രോയിംഗ് പാഡിലെ ബീജഗണിതം കാണുവാനും അനുവദിക്കുന്നു. ഇൻപുട്ട് ബാർ പിന്തുണയ്ക്കുന്ന കമാൻഡുകൾ ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ കാണാവുന്നതാണ്. ഡ്രോയിംഗ് പാഡിൽ എപ്പോഴും GeoGebra ദൃശ്യമാണ്. ഇത് ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല. വ്യൂ എന്നതിലെ ഗ്രിഡ് ഓപ്ഷൻ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡ്രോയിംഗ് പാഡിൽ ഗ്രിഡ് ഉപയോഗിക്കാവുന്നതാണ്. ആക്സസുകൾ കാണാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അൺചെക്ക് ചെയ്യാവുന്നതാണ്. ആക്സസും ഗ്രിഡും ഈ ട്യൂട്ടോറിയലിൽ എപ്പോഴും ദൃശ്യമാണ്. ആൾജിബ്ര വ്യൂ അല്ലെങ്കിൽ ഇൻപുട്ട് ബാർ ക്ലോസ് ചെയ്യണമെങ്കിൽ വ്യൂയിൽ പോയി അത് അൺചെക്ക് ചെയ്യാം. ഈ ട്യൂട്ടോറിയലിൽ നിന്ന് ഇൻപുട്ട് ബാർ നീക്കം ചെയ്യുന്നു. ടൂൾ ബാർ, കോമ്പസ് ബോക്സ് എന്നിവ വിശദമായി നോക്കാം. ഒരു ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുവാൻ ടൂൾ ബാർ അല്ലെങ്കിൽ കോമ്പസ് ബോക്സ് ഉപയോഗിക്കാം. അറിയിപ്പ്: നിങ്ങൾ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇരുണ്ട നീല നിറത്തിൽ ഒരു അതിർത്തി കാണാവുന്നതാണ്. പേര് തിരഞ്ഞെടുക്കുന്നത്, അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നീ സൂചനകൾ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു. മൂവ് ഡ്രോയിംഗ് പാഡ് എന്നത് പ്രായോഗികമായ ഒരു ടൂൾ ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രോയിംഗ് പാഡിൽ ക്ലിക്ക് ചെയ്യുക. ഇടതുവശത്ത് ക്ലിക്ക് ചെയ്ത് ഡ്രോയിംഗ് പാഡ് ഏതു സ്ഥാനത്താണോ വേണ്ടത് അവിടെ കൊണ്ടുവരിക. നിങ്ങൾ കോമ്പസ് ബോക്സിൽ പെൻസിൽ കൊണ്ട് തുടങ്ങിയാൽ ജ്യാമിതീയ തലത്തിലുള്ള പോയിന്റ് അവിടെ വരയ്ക്കാവുന്നതാണ്. പെൻസിൽ ഉപകരണങ്ങൾ ഇവിടെയുണ്ട്. ടൂൾ എന്നതിലെ മൂലയിലുള്ള ചെറിയ ചുവന്ന ത്രികോണം ക്ലിക്ക് ചെയ്താൽ പെൻസിൽ അല്ലെങ്കിൽ പോയിന്റ് ടൂൾസ് എന്ന് കാണാവുന്നതാണ്. അടുത്ത ടൂളുകൾ രേഖകൾക്ക് വേണ്ടിയുള്ളതാണ്. പെർപെൻഡിക്കുലർ ലൈൻസ്, ബൈസെക്ടേഴ്സ്, പോളിഗൺസ്, സർക്കിൾസ് എന്നിവയ്ക്ക് വേണ്ടി. ഈ ട്യൂട്ടോറിയലിൽ നമുക്ക് ഡ്രോയിംഗ് പോയിന്റുകൾ, രേഖകൾ, സമാന്തരവും ലംബവുമായ രേഖകൾ, ഒബ്ജക്റ്റുകൾ അളക്കുന്നതെങ്ങനെ, ഒബ്ജക്റ്റുകൾ നീക്കം ചെയ്യുന്നതെങ്ങനെ, സേവ് ചെയ്യുന്നത് എങ്ങനെ എന്നിവ നോക്കാം. ഇനി നമുക്ക് ഒരു പോയിന്റ് വരയ്ക്കാം. ഇതിനായി പോയിന്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഡ്രോയിംഗ് പാഡിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് പുതിയ പോയിന്റ് നേടുക. പോയിന്റ് ഡ്രോയിംഗ് പാഡിലെ ആൾജിബ്ര വ്യൂവിലേതുപോലെ പ്രത്യക്ഷപ്പെടുന്നു എന്ന് ശ്രദ്ധിക്കുക. ഡ്രോയിംഗ് പാഡിൽ പ്രയോഗിച്ച ഇനങ്ങൾ GeoGebraയിലെ ഒബ്ജക്റ്റുകൾ എന്ന് വിളിക്കുന്നു. A, B എന്നിവ ഫ്രീ ഒബ്ജക്ട്സ് ആണ്. അവ ഡ്രോയിംഗ് പാഡിലെ മറ്റൊരു ഒബ്ജക്റ്റിലും ബന്ധപ്പെട്ടിട്ടില്ല. സെഗ്മെന്റ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലൈൻ സെഗ്മെന്റ് വരയ്ക്കാവുന്നതാണ്. A, B അല്ലെങ്കിൽ ഡ്രോയിംഗ് പാഡിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് പുതിയ പോയിന്റുകളും അവയുടെ സെഗ്മെന്റുകളും ഉണ്ടാക്കാവുന്നതാണ്. സമാനമായി സമാന്തര രേഖ. ഒരു പോയിന്റ് പരിശോധിക്കുമ്പോൾ ഒരു ലംബമായ രേഖ
വരയ്ക്കുവാൻ കഴിയും. നിങ്ങൾക്ക് D എന്ന പോയിന്റ് സെഗ്മെന്റ് CDക്ക് ലംബമായി ലഭിക്കുന്നതാണ്. സമാന്തര രേഖ. ഞാൻ AB എന്ന പോയിന്റിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് E എന്നതിലൂടെ ABക്ക് സമാന്തരമായി ഒരു രേഖ വരയ്ക്കുന്നു. രണ്ടു വസ്തുക്കളെയും വിഭജിക്കുന്ന പോയിന്റ് കണ്ടെത്തുവാൻ ഇന്റർസെക്ട് ടു ഒബ്ജക്ട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് വിഭജിക്കുന്ന രേഖയിലൂടെ മൗസ് നീക്കുമ്പോൾ രണ്ട് ലൈനുകളും എടുത്തു കാണിക്കുന്നതായി കാണപ്പെടും. അത് ക്ലിക്ക് ചെയ്താൽ രണ്ട് ഒബ്ജക്റ്റുകളുടെയും സെഗ്മെന്റ് ലഭിക്കുന്നതാണ്. ദൂരം അളക്കുവാൻ ടൂൾബാറിൽ നിന്ന് വലതുഭാഗത്ത് നാലാമതായി കാണുന്ന ഡിസ്റ്റൻസ് ഓർ ലെങ്ത് ടൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ രണ്ട് പോയിന്റ് തിരഞ്ഞെടുത്ത് പോയിന്റുകൾ തമ്മിലുള്ള ദൂരം കണക്കാക്കണം. F ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു മുഴുവൻ ലൈൻ സെഗ്മെന്റും തിരഞ്ഞെടുക്കാം. ഗ്രിഡ് യാതൊരു യൂണിറ്റിലും ഇല്ല എന്നത് ശ്രദ്ധിക്കുക. നമ്മൾ കൂടുതൽ വിപുലമായി വേറെ വിഷയങ്ങളിൽ പഠിക്കുന്നതാണ്. ഓരോ ഇനങ്ങൾക്കും നിറവും പേരും മാറ്റാനാകും. അതിനു മുൻപ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് വരയ്ക്കണ്ട എങ്കിൽ ആരോ കീ ഉപയോഗിക്കുക. ഇത് ഉപയോഗിച്ചാൽ ഡ്രോയിംഗ് പാഡിൽ ഒരു ഒബ്ജക്റ്റും വരയ്ക്കുവാൻ സാധിക്കില്ല. ഇപ്പോൾ ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് മാറ്റുവാൻ ഒബ്ജക്റ്റിനു മുകളിലൂടെ മൗസ് നീക്കുക. അതിൽ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് കൂടുതൽ വിപുലമായി അടുത്ത വിഷയങ്ങളിൽ നോക്കാം. പേര് മാറ്റുന്നതിനായി ഒരു പുതിയ പേര് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു അടിക്കുറിപ്പ് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഒബ്ജക്റ്റ് കാണിക്കുകയോ കാണിക്കാതിരിക്കുകയോ ചെയ്യാം. നിങ്ങൾ ലേബൽ കാണിക്കുക. അതല്ലെങ്കിൽ ഈ ഓപ്ഷനുകളിൽ ഒന്ന് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഓപ്ഷൻ നിലനിർത്തുവാൻ നോക്കാം. കളർ ടാബിൽ വരിയിൽ നിറം മാറ്റുവാനും കഴിയും. ടെക്സ്റ്റ് ടാബിൽ നിങ്ങൾക്ക് കനം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. രീതിയും മാറ്റുവാൻ കഴിയും. ഇത് ക്ലോസ് ചെയ്താൽ രേഖ ഒരു പുതിയ രീതിയിൽ ആയിരിക്കും. മൂവ് എന്ന ടൂൾ ബാർ ചലനാത്മകവും പഠിപ്പിക്കുന്നതിന് ഉപകാരപ്രദവുമായ ഒരു ടൂൾ ആണ്. എല്ലാ ഫ്രീ ഒബ്ജക്ട്സും നീക്കം ചെയ്യാം. എല്ലാ ഫ്രീ ഒബ്ജക്ട്സും നീക്കുന്നതിനാൽ ഡിപെൻഡന്റ് ഒബ്ജക്ട്സും അപ്രത്യക്ഷമാകുന്നു. ഉദാഹരണത്തിന് A അല്ലെങ്കിൽ B മാറ്റിയാൽ സമാന്തര രേഖ അതിന്റെ സമാന്തര സ്വഭാവം നിലനിർത്തി ചലിക്കുന്നു എന്നത് ശ്രദ്ധിക്കുക. ഒരു ഫയൽ സംരക്ഷിക്കുന്നതിന് ഫയലിലെ സേവ് ആസ് തിരഞ്ഞെടുക്കുക. ഫോൾഡർ തിരഞ്ഞെടുത്ത് ജിയോജിബ്ര ഡോക്യുമെന്റ്സിലേക്ക് പോയി ഫയലിനു പേര് നൽകി അത് സേവ് ചെയ്യുന്നു. എല്ലാ ജിയോജിബ്ര ഫയലുകളിലെയും പോലെ മുകളിലെ പാനലിൽ ഒരു .ggb എന്ന ഡോക്യുമെന്റ് ലഭ്യമാകുന്നു. ഇപ്പോൾ നിങ്ങൾ ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ തുറക്കുവാൻ ഫയൽ തിരഞ്ഞെടുത്ത് അത് ഓപ്പൺ ചെയ്യുക. ഒടുവിൽ ഒരു അസൈൻമെന്റ് ഇതാ. സെഗ്മെന്റ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് എന്ന ടൂൾബാർ ഉപയോഗിച്ച് ഒരു സമചതുരം വരയ്ക്കുവാൻ ആരംഭിക്കുക. പാരലൽ ലൈൻ, പെർപെൻഡിക്കുലർ ലൈൻ, ഇന്റർസെക്ട് ടു ഒബ്ജക്ട്സ്, ഡിസ്റ്റൻസ്, ലെങ്ത് എന്നീ ടൂളുകൾ ഉപയോഗിക്കുക. മൂവ് ദ ഫ്രീ ഒബ്ജക്ട്സ് എന്നീ ടൂളുകളും ഈ സമചതുരത്തിൽ പരീക്ഷിക്കുക. ഞാൻ ഇതിനകം ഇവിടെ ഈ അസൈൻമെന്റ് ചെയ്തു. ഞാൻ ഇവിടെ ലൈൻ സെഗ്മെന്റ് AB വരച്ചു. കൂടെ ദീർഘചതുരം ABED നിർമ്മിച്ചു. നിങ്ങൾ ശരിയായി നിർമ്മിച്ചുവെങ്കിൽ മൂവ് ഫ്രീ ഒബ്ജക്ട്സ് എന്ന ടൂളുകൾ ഉപയോഗിച്ചാലും ഏത് ദിശയിലായാലും ABED എന്നത് ഒരു സമചതുരമായി തന്നെ ഉണ്ടാകും. സ്പോക്കൺ ട്യൂട്ടോറിയൽ എന്നത് ടോക്ക് ടു എ ടീച്ചർ എന്ന പ്രോജക്റ്റിന്റെ ഭാഗമാണ് എന്നത് ഇവിടെ ഞാൻ പറയുന്നു. ഇത് ICT, MHRD തുടങ്ങിയ നാഷണൽ വിദ്യാഭ്യാസ മിഷന്റെ പിന്തുണയോടുകൂടി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കാണാവുന്നതാണ്. പങ്കെടുത്തതിന് നന്ദി. IIT ബോംബെയിൽ നിന്നും
വിജി നായർ.